പ്രണയം ഓക്കെ അല്ലാതെ ഒരാളെ വേണ്ട എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവർ അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞ് അവർ അടുത്ത് എവിടെയൊക്കെയാണ് ഇവർ ഓക്കെ അല്ലേ, ഇവർ എന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ എന്നൊക്കെ പോയിട്ട് ഇവരിങ്ങനെ എത്തിമലിഞ്ഞൊക്കെ പോയിട്ട് എല്ലായിടത്തും നോക്കും. ഏത് പ്രായക്കാരിലും കാണുന്നൊരു കാര്യമാണ്. അവർക്ക് ഓക്കെ അല്ല എന്ന് ഞാൻ യു ആർ ടോക്സിക്, യു ആർ നാർസിസ്റ്റിക്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ വേണ്ടെന്നൊക്കെ വെക്കാനൊക്കെ പോകാൻ റെഡിയാണ്. എൻ്റെ ജീവിതമാണ്, എനിക്കതിനെ കൊണ്ടു നടക്കാൻ പറ്റില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻസ് ആണെങ്കിൽ പോലും ഈ പ്രശ്നങ്ങളിലേക്ക് അവർ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവർ ഭയങ്കര ഇമോഷണലി പ്രശ്നം. അവർക്ക് ഓക്കെ അല്ല, അവർക്ക് വേണ്ട, നീ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു പോയാലും അപ്പുറത്ത് പോയിട്ട് അവർ നോക്കും, ഈവൻ അല്ലെങ്കിൽ ഇവൾ ഹാപ്പിയാണോ ഞാനില്ലാതെ, എന്നെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നുണ്ടോ എന്നവർക്ക് ഓക്കെ. എന്തൊരു മനോഭാവമാണിത്. നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തൊരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പോവാൻ തീരുമാനമെടുത്താൽ ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ അവരെ കുറിച്ചിട്ട് കുറ്റങ്ങൾ പറയുകയല്ല വേണ്ടത്. നിങ്ങൾ പിന്നെ എന്തിനാണ് അവരെ പ്രണയിച്ചത്? ഒരിക്കലെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മര്യാദകൾ പാലിക്കാനല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്. അതിനൊന്നും സാധിക്കില്ല. ഓ, വെസ്റ്റേൺ കൾച്ചർ നോക്കൂ, അവിടെ നോക്കൂ, അവരെന്താ ചെയ്യുന്നത്? അവരവിടെ ഇവിടെയും പോയിട്ട് ഓരോ പ്രശ്നങ്ങളും സ്റ്റാറ്റസ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടും മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല. അവർ മാന്യമായി സംസാരിച്ചിട്ട് പിരിഞ്ഞു പോവാണ്. പക്ഷേ മാന്യമായി സംസാരിച്ച് പിരിഞ്ഞു പോകാമെന്ന് വെച്ചാലും പലർക്കും പറ്റില്ല. പലരുടെയും ഇമോഷണൽ ലെവൽ വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് കൊടുക്കുക. ഈവൻ ഡിവോഴ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് മാറാൻ. അവിടെ നമ്മൾ വളരെ രണ്ട് ഹ്യൂമൻ ബീയിങ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്ന് പതുക്കെ പതുക്കെയാണ് ആ റിലേഷനിൽ നിന്ന് പോരുന്നത്. അവിടെ നമ്മൾ പിടിച്ചു വാങ്ങലുകൾ വേണ്ട, സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അത് എത്രമാത്രം പറ്റും, എത്ര കംപ്ലയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ തലയ്ക്കകത്തേക്ക് വരും. നമുക്കിതൊന്നും എന്താ പറയുക, ടൂ മച്ച് എന്നുള്ളൊരു ഫീലിലേക്കാണ് പോവാം. അപ്പോൾ പലപ്പോഴും ഈ കുറ്റപ്പെടുത്തുകൾ എന്നിട്ട് വേറെ ആൾക്കാരോട് പോയിട്ട് പറയണത് അവർ ഹാപ്പിയാണോ നോക്കുക, അവരെങ്ങനെ ഹാപ്പിയാണെന്ന് കണ്ടവർക്ക് സഹിക്കുന്നില്ല. കാരണം അവരൊക്കെ ആഗ്രഹം അവർ സാഡായിട്ടിരിക്കണം, അപ്പം ഞാനില്ലാണ്ട് അവർ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും കാലം എന്നെ സ്നേഹിച്ചിട്ടില്ല. ഓ മൈ ഗോഡ്, എന്തോരം ഡ്രാമയിൽ കൂടെ പോകുന്ന. നിങ്ങൾ പ്രണയിച്ചിരുന്നു അല്ലേ? ശരിക്കും പ്രണയിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ പറയണു അത്രമാത്രം നിങ്ങൾ പ്രണയിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നത്? നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്കും സ്വയം തോന്നിയിട്ടുള്ളത് വളരെ കുറവാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഓക്കെ അല്ല, അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. ഒരിക്കൽ ആത്മാർത്ഥമായി എല്ലാമാണെന്ന് പറഞ്ഞ ആൾക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ. അവർക്ക് തന്നെ തോന്നുന്നു, ദൈവമേ ഇത്രമാത്രം പ്രശ്നങ്ങളോ, എൻ്റെ സെൽഫ് എസ്റ്റീമും പോയി, എല്ലാം പോയി. എന്നിട്ട് കുറച്ചൊക്കെ മര്യാദകൾ പഠിക്കുക. പ്രണയിക്കാൻ എളുപ്പമാണ്, പ്രണയം കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മാന്യമായി പ്രണയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുക എന്നുള്ളത്. പരസ്പരം കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കുക. വൺസ് നീ എൻ്റെ എല്ലാമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിൽ ഓർക്കുക. ആ ആൾക്കിപ്പോൾ ഇല്ലാത്ത കുറ്റങ്ങളില്ല, ആ ആൾക്കിപ്പോൾ ഒരു നല്ല കാര്യങ്ങളും പോലും ഇല്ല എന്നാണ്. എന്നിട്ട് അപ്പുറത്തൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഇവർ ഹാപ്പിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഇവരെ കുറ്റങ്ങൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം നടത്തി. ശ്രദ്ധിക്കണേ, പ്രശ്നമാണ് ഇതാണ്. അപ്പോൾ അവർക്ക് എന്തായി? അവരെ ഹേർട്ട് ചെയ്തു പോയിക്കോ. അപ്പോൾ അവർ അവിടെ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും, അവനെ അല്ലെങ്കിൽ അവളെ അങ്ങനെയാ ഇങ്ങനെയാ. എന്നാൽ പിന്നെ നിങ്ങളെന്താ സെലക്ഷൻ ഇത്ര എങ്ങനെ ആയത്? ഓഹോ, അത് തെറ്റുപറ്റിപ്പോയതല്ലേ, അതാണ് ഇതാണ്. പക്ഷെ ഒരു സമയത്ത് എല്ലാ പ്രശ്നങ്ങളുടെയും സ്വഭാവങ്ങൾ ആദ്യത്തെ ഇഷ്ടങ്ങളിലൊക്കെ കുറേയൊക്കെ കാണിക്കാൻ തുടങ്ങും. അന്നേരമൊക്കെ നിങ്ങൾ പിടിച്ചൊന്നു, അന്ന് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല, അപ്പം നിങ്ങൾ അവരെ വേണ്ടെന്ന് വെക്കാൻ പോകും. അത് നിങ്ങൾ അംഗീകരിക്കണം. നമുക്ക് ഓക്കെ ഇല്ലാത്തതിന് നമ്മൾ ഓക്കെ അല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുറ്റങ്ങൾ പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ എങ്ങനെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്ന രീതിയാണ് മാറ്റേണ്ടത്.